ഞങ്ങൾ വിമൻ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തിരുവനന്തപുരം ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നവരാണ്. ഞങ്ങൾ 5 പേര് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ്. വിമൻ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷന്റെ ട്രിവാൻഡ്രം ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ഒരു ഈവന്റ്, പബ്ലിക് ഈവന്റിനെ കുറിച്ച് മീഡിയയ്ക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രസ് മീറ്റിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങളുടെ ഇൻവൈറ്റിൽ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. വിമൻ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2016 കൊച്ചിയിൽ രൂപീകൃതമായ ഒരു സ്ത്രീ സംരംഭകരുടെ സംഘടനയാണ്. ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംരംഭകയാണ്. വി സ്റ്റാർ ക്രിയേഷൻസിന്റെ ഫൗണ്ടറും ചെയർപേഴ്സണുമായ ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് ഫൗണ്ടർ ചെയർപേഴ്സൺ. അവരോടൊപ്പം ഏതാണ്ട് 10-ലധികം വരുന്ന സ്ത്രീ സംരംഭകർ ചേർന്ന് ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ തുടങ്ങി അങ്ങനെ വളർന്ന് ഇപ്പോൾ 1000-ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു വിമൻ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ. കേരളത്തിൽ തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലും കേരളത്തിന് പുറത്ത് 2025 തുടങ്ങിയ കോയമ്പത്തൂർ ചാപ്റ്ററുകളിലുമായിട്ടാണ് 1000-ഓളം അംഗങ്ങൾ വെൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം ചാപ്റ്റർ രൂപീകൃതമായത് 2022 2022 രൂപീകൃതമായി ഞങ്ങൾക്ക് ഏതാണ്ട് 150-ലധികം അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ 3-ാം വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് വെൻ ബസാർ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഇവന്റ് ആണ് ഈ വരുന്ന നവംബർ 8-9 തീയതികളിൽ ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡൻ ഇന്നിന്റെ ബോൾ റൂമിൽ വെച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ എഡിഷൻ 2023 അതിന്റെ വമ്പിച്ച വിജയം മുൻനിർത്തിയാണ് 2ാമത്തെ എഡിഷൻ ഞങ്ങൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ബേസിക്കലി വിമൻ ഇൻ ബിസിനസ്സുകാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രോഡക്ട്സ്, സർവീസസ്, അവരുടെ ബിസിനസ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ സാധാരണ ഒരു എക്സിബിഷൻ എന്നതിനേക്കാൾ ഉപരി ഇത്തവണ പ്രധാനപ്പെട്ട ചില അനൗൺസ്മെന്റുകൾ കൂടി 3-ാം വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം ചാപ്റ്റർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിയാം, പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ തിയറി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു. അതായിരുന്നു +1, +2 സമ്പ്രദായം. അടുത്ത കാലത്തായി ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഇതൊക്കെ വളരെ സജീവമായിട്ട് നടന്നു തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ സംരംഭം എന്താണ് സംരംഭകത്വത്തിന് വേണ്ടത് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് കോളേജുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ ഇവന്റിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ ഗവൺമെന്റിന്റെ തന്നെ മന്ത്രാലയത്തിന് കീഴിലുള്ള അണ്ടർടേക്കിങ്സ് ആയിട്ടുള്ള KSIDC, KFC, KBIP അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഒരുപാട് സ്കീമുകൾ സംരംഭകത്വത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് അവൈലബിൾ ആണ്. അതൊന്നും പലർക്കും അറിയില്ല. അപ്പം ബേസിക്കലി ആവശ്യമുള്ള ഒരു ബിസിനസ് ടൂൾസിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വെൻ എന്ന ഈ സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട്. വെൻ ബസാർ എന്ന് പറഞ്ഞ് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ 2 ദിവസത്തെ പബ്ലിക് ഇവന്റിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഓൺട്രപ്രണർ എന്ന റോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സമൂഹത്തിന്, അല്ലെങ്കിൽ ഏർലി ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിട്ട് റെഗുലർ ബേസിസിൽ കിട്ടുന്നതിന് അത് അവസരമൊരുക്കും. ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്കിവിടെ നടത്താനുള്ള അനൗൺസ്മെന്റ്. ഈ സ്ഥാപനങ്ങളുടെ കൂടെ പിൻബലത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സംരംഭകത്വത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കീംസ്, അവർക്ക് സാമ്പത്തികമായി പിന്തുണ നൽകാനുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട്, പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അതുതന്നെയാണ് ഈ വെൻ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവും. സംരംഭകരായി മാറാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് സമയാസമയം കൊടുക്കാൻ അനുഭവ സമ്പത്തുള്ള അനേകം ഓൺട്രപ്രണേഴ്സും ട്രെയിനേഴ്സും ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സന്നദ്ധതയാണ് ഞങ്ങൾ ഇതുവഴി അറിയിക്കുന്നത്. ഈ ഈവന്റ് സ്പോൺസർ ചെയ്യുന്നത്, നമുക്കത് ടൈറ്റിൽ സ്പോൺസറായിട്ട് വെൻ ബസാറിനോടൊപ്പം ചേരുന്നത് GG ഹോസ്പിറ്റലിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്. മെയിൻ സ്പോൺസേഴ്സ് ആയിട്ട് പവേർഡ് ബൈ സ്പോൺസേഴ്സ് ലെവലിലുള്ളത് SBI ആൻഡ് KSIDC. ഭീമ ഗോൾഡ് സ്പോൺസറാണ്. കാനറ ബാങ്ക് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. KFC, മിത്ര ഹെർമിറ്റേജ്, KBIP ഇത്രയും സ്പോൺസേഴ്സാണ് ഈ പ്രോഗ്രാം, വെൻ ബസാർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നത്. GG ഹോസ്പിറ്റലിന്റെ മെയിൻ സ്പെഷ്യാലിറ്റീസ് കൺസൾട്ടേഷനും ഈ ഒരു അവസരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓങ്കോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് അവരാണ് മെയിൻലി ആ ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന 2 ദിവസത്തെ ഈവന്റ്, ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് സ്ത്രീ സംരംഭകർ മാത്രമാണ്. അപ്പോൾ സ്ത്രീകൾ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം പബ്ലിക്കിന് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ അതിൽ വിവിധ സർവീസസ് ഉണ്ട്, വിവിധ പ്രോഡക്ട്സുകളുണ്ട്, ക്ലോത്തിങ് തൊട്ട് ഫുഡ് വരെ എല്ലാ വെറൈറ്റി ആക്ടിവിറ്റീസും ഉണ്ട്. 3 വർക്ക്ഷോപ്സ് ഉണ്ട്.
അത് മാത്രമാണ് പെയ്ഡ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഫ്രീ എൻട്രി ആണ്. ഇനോഗ്രൽ പ്രോഗ്രാം നടക്കുന്നത് 8-ാം തീയതി രാവിലെ 10:30 മണിക്കാണ്. ഈവന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക സാറാണ്. അന്നത് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് എത്തുക വിവേഴ്സ് വില്ലേജിന്റെ ഫൗണ്ടറും MD-യുമായ ശോഭ വിശ്വനാഥാണ്. 2 ദിവസമാണ് പ്രോഗ്രാം. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 8-9 മണി വരെ ആയിരിക്കും ഇവന്റിന്റെ ദൈർഘ്യം. നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക്. താങ്ക് യു പ്രസ് ക്ലബ് ഫോർ ഹെൽപ്പിംഗ് അസ്. ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തന്നതിന് ഭയങ്കര ഒരു താങ്ക്സ് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈവെന്റിന് വന്നിട്ട് ഈ ഈവെന്റ് വലിയൊരു വിജയമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പം ലേഡീസ്, പിന്നോട്ട് നിൽക്കുന്ന ലേഡീസ്, അവർക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്. അപ്പോൾ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള ഓൺടർപ്രണേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ മാത്രമാണ് അവർക്കും മുമ്പോട്ട് വരാനുള്ളൊരു താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരും വരിക, ഞങ്ങളുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.